വിദ്യാർത്ഥികൾ, നമ്മൾ 2 യൂണിറ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആകെ 3 യൂണിറ്റാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. 9 പാഠഭാഗങ്ങളാണ്. അതിൽ 6 പാഠഭാഗങ്ങൾ നമ്മൾ ഇതുവരെയായി ചർച്ച ചെയ്തു. ഇനി 3-ാമത്തെ യൂണിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അത്ര സ്പീഡിൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് പോയാൽ മതി. സമയം ധാരാളമുണ്ട്. നമ്മളിപ്പോൾ നവംബറിലൊക്കെ എടുക്കേണ്ട പാഠഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇന്ന് ഈ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് മാത്രം പരിചയപ്പെടുത്താനേ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ തലക്കെട്ട് ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന്. വളരെ നല്ല തലക്കെട്ടല്ലേ? ഓർമ്മകൾക്കെന്ത് സുഗന്ധം. ശരിയാണല്ലേ? നമ്മൾ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണെങ്കിൽ പോലും ചിലപ്പോൾ 2 തരം ഓർമ്മകളുണ്ടല്ലോ. സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളും വേദനിപ്പിക്കുന്ന ഓർമ്മകളും. ഈ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണെങ്കിൽ പോലും കുറേ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ആ ഓർമ്മയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ നമ്മൾ സന്തോഷത്തോടെയാണ് സ്മരിക്കുക. നമ്മൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നൊരു കവിയുണ്ട്. നമ്മുടെ ഈ പാഠഭാഗത്തിലെ പുതുവർഷം എന്ന കവിത എഴുതിയ വിജയലക്ഷ്മിയുടെ ഭർത്താവാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ വേദനയാണെങ്കിലും ആ ഓർമ്മ എനിക്ക് എന്തിഷ്ടമാണെന്ന്. ആ ഓർമ്മകളെ നമുക്കൊന്നു ചേരാൻ കഴിഞ്ഞില്ല, അല്ലേ? ഇഷ്ടപ്പെട്ട പെണ്ണിനോടാണ് പറയുന്നത്, നമുക്കൊന്നു ചേരാൻ സാധിച്ചില്ല, എങ്കിലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ത് ഇഷ്ടമാണെന്ന്. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഓർമ്മകൾ സുഗന്ധമുള്ളതാണ്. ഓർമ്മകൾക്ക് ഒരു പക്ഷേ മനുഷ്യന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. നമുക്കൊക്കെ സുന്ദരമായ ഓർമ്മകൾ ഉണ്ടായിരിക്കും. നമ്മൾ 1-ാം ക്ലാസ്സിൽ ആദ്യമായി ചെന്നത്, KG ആദ്യമായി പോയത്, അല്ലേ? കരഞ്ഞത്, ഉച്ചഭക്ഷണം എപ്പോൾ കിട്ടുമെന്ന് ആലോചിച്ചിരുന്നത്, എപ്പോഴാണ് വൈകുന്നേരത്തെ ബെല്ലടിച്ച് ഉമ്മയെ കാണാൻ വീട്ടിലേക്ക് എത്തുക. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ചിന്തകളൊന്നുമില്ല. ഉമ്മയോട് വളരും തോറും നമ്മൾ അടുപ്പം കുറഞ്ഞു വരികയല്ലേ ചെയ്യാം, അല്ലേ? KG ഉമ്മയെ നമുക്ക് പിരിയാനായിരുന്നു പ്രയാസം. ഉമ്മയെ വിട്ട് പിരിയാൻ നമുക്ക് ഭയങ്കര പ്രയാസം. ഉമ്മയെ വിളിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. ഉമ്മയോടൊത്ത് കിടക്കാത്ത രാത്രികൾ ഉണ്ടാവില്ല, അല്ലേ? ഉമ്മക്ക് ഒരു ഉമ്മ കൊടുത്ത് പോരാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. എന്നപ്പോൾ നമ്മൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചുമ്പോഴത്തോട് വരുന്നവരുണ്ടാവും. വേറെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരും തോറും മാതാവുമായുള്ള ബന്ധം കുറഞ്ഞു വരും എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുക. അടുപ്പുണ്ട്, ഉമ്മ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. എന്നാലും നമുക്ക് KG പഠിക്കുന്ന അന്നത്ര അടുപ്പം ഇല്ല. പക്ഷെ ആ ഓർമ്മകളൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ആ ഓർമ്മകൾക്കൊക്കെ സുഗന്ധമാണ്. ഓർമ്മകൾക്കൊക്കെ ഒരു വല്ലാത്ത സുഗന്ധമാണെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ തലക്കെട്ട് വളരെ മനോഹരമാണല്ലേ? വളരെ മനോഹരമായ ഒരു തലക്കെട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ മറക്കാനാവാത്ത സുഗന്ധമുള്ള ഒരു ഓർമ്മ. അപ്പോൾ 1-ാമത്തെ ചോദ്യം എന്താണ്? അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. സുഗന്ധമുള്ള ഓർമ്മ. അപ്പോൾ എഴുതിയിട്ട് ആ പേജിൽ കുറച്ച് സ്പ്രേ അടിച്ചാൽ പോരട്ടോ. ചിലവരൊക്കെ ഇപ്പം അങ്ങനെ വിചാരിക്കും, അല്ലേ? 8-ാം ക്ലാസ്സുകാരൊക്കെ ഭയങ്കര വില്ലന്മാരാണെന്ന് എനിക്കറിയാം ആദ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്
എന്തെങ്കിലും ഒരു ഓർമ്മ എഴുതിയേക്കാൽ ഇത്തിരി സ്പ്രേ അടിക്കുക, അപ്പം എന്തായി, സുഗന്ധമുള്ള ഓർമ്മയായി. പക്ഷെ അതല്ല നമ്മൾ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന, വർഷങ്ങൾ ജീവിതത്തിൽ ചരിച്ചാലും, ചരിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുകയാണ് കേട്ടോ, ചിലക്കല്ല ചരിക്കുക, ചക്കൻ്റെ അരിയുടെ ചരിക്കുക, സഞ്ചരിക്കുക. വർഷങ്ങൾ ചരിച്ചാലും നമ്മൾ മായാത്ത കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും, അല്ലെ? വേദനിപ്പിക്കുന്ന കുറേ ഓർമ്മകളുണ്ടാവും. എന്നാലും വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഓർക്കുമ്പോൾ എന്തോ ഒരു മധുരമുള്ളതായി തോന്നും. ആ ഓർമ്മകളെയാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. ഓർമ്മകൾക്കെന്ത് സുഗന്ധമെന്ന് പറഞ്ഞു. ഇവിടെ പറയാൻ പോകുന്നത് പി ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരൻ ഒട്ടേറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒട്ടേറെ, അല്ലേ? 9ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ട്, മനോഹരമായ കവിത, കാളകൾ. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കവിതകൾ എഴുതിയ, ഓർക്കുക വല്ലപ്പോഴും, അദ്ദേഹത്തിൻ്റെ മനോഹരമായ മറ്റൊരു കവിതയാണ്. അപ്പോൾ ഈ പി ഭാസ്കരൻ്റെ, അപ്പം ഞാനൊന്നും കൂടി പറയാം. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ തലവാചകം. ഓരോരുത്തരും അവരുടെ മധുരമുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഈ യൂണിറ്റിൽ. അപ്പം നമുക്കും മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ട്. നമ്മളും ഇതുവരെ ജീവിച്ചു പോകുന്നത് ഓർമ്മകളിലൂടെയാണ്. ഒരു ഫ്രഞ്ച് സാഹിത്യകാരൻ പറയുന്നുണ്ട്, നഷ്ടങ്ങളുടെ ഓർമ്മകളാണ് സാഹിത്യമെന്ന്, നഷ്ടങ്ങളുടെ ഓർമ്മകളാണ് കവിതകളെന്ന്. അപ്പോൾ ഈ ഓർമ്മകൾ പല രൂപത്തിലുമായി മാറും. നമുക്കൊക്കെ ഓർമ്മകളുണ്ട്, പക്ഷെ നമ്മളത് എവിടെയും കുറിച്ചിടാത്തതാണ് നമ്മളെവിടെയും സ്മരിക്കപ്പെടാത്തത്. നമുക്കുള്ള ഓർമ്മകൾ നമ്മൾ എവിടെയെങ്കിലും കുറിച്ചിടുകയും പിന്നീട് അത് ആരെങ്കിലും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും ഇത്തരം ഓർമ്മകളിലൂടെ കടന്നു പോയതാണ് എന്ന് 1-2 പേരെങ്കിലും ഒരു പക്ഷേ എന്ത് ചെയ്യും, അറിയും. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ഡയറി. ചിലർക്ക് ഡയറി എന്താണെന്ന് തന്നെ അറിയില്ല, അല്ലേ? ഞാൻ ചില ഡയറികൾ, നമ്മളെ വിദ്യാർത്ഥികൾ തന്നെ ഡയറി വായിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. രാവിലെ എണീറ്റ് കുളിച്ചു, ബാത്റൂമിൽ പോയി, ചായ കുടിച്ചു, ഉമ്മ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത്, എനിക്ക് ദോശ ഇഷ്ടമല്ല, അതുകൊണ്ട് ഉമ്മ ചപ്പാത്തി 2 തന്നു. പക്ഷെ ഇതല്ല ഡയറി. ഓർമ്മകളാണ് ഡയറി. ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത, സ്മരിക്കപ്പെടേണ്ട സംഭവങ്ങളെ രേഖപ്പെടുത്താനാണെന്ത് ഡയറി, അല്ലേ? നമ്മൾ ഞാൻ ടൂർ പോകുന്ന കാര്യം പറയുമ്പോഴും ഇത് പറയാറുണ്ട്. ടൂറ് പോയിട്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരു യാത്രാ അനുഭവം പങ്കുവെക്കാൻ വേണ്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ എഴുതുന്ന എന്താ, രാവിലെ എണീറ്റു, അച്ചപ്പവും മിച്ചറ് ലഡു ഒക്കെ ബാഗിലെടുത്തു, ബസ്സിൽ കയറിയ ഉടനെ തന്നെ മൊബൈൽ ഫോൺ ഓണാക്കി, എന്നിട്ട് ഗെയിം കളിച്ചു, കുറേ മിഠായി തിന്നു. ഇതല്ല യാത്രാനുഭവം. യാത്രാനുഭവം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷയം മാറിപ്പോവും. യാത്രാ വിവരണങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹ്യവും ഭൂമിശാസ്ത്രവും സാമ്പത്തികവും ഒക്കെയായ കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ്, അല്ലേ? അതുകൊണ്ടാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികൾ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു കൃതി വായിച്ചാൽ മതി, ആ പ്രദേശം പിന്നെ നമ്മൾ പോയി കാണണ്ട. നൈൽ ഡയറി ഒക്കെ വായിച്ചിട്ട് ഈജിപ്ത് നമ്മൾ സ്വപ്നം കണ്ടുപോകും. നൈൽ ഡയറി വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈജിപ്ത് നമ്മൾ സ്വപ്നത്തിൽ കാണും, അത്ര മനോഹരമാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഒന്നും കൂടി പറയാം, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്നാണ് നമ്മുടെ തലവാചകം. യഥാർത്ഥത്തിൽ കുറച്ച് സാഹിത്യകാരന്മാർക്ക് ഉണ്ടായ മറക്കാൻ പറ്റാത്ത ഓർമ്മകളിലൂടെയാണ് ഈ യൂണിറ്റ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓർമ്മകൾക്കെന്ത് സുഗന്ധമെന്ന തലക്കെട്ട് വന്നത്. ഓർമ്മകൾ സാഹിത്യത്തിന്
മുതൽക്കൂട്ടായിട്ടുണ്ട്, സാഹിത്യത്തിന് വിഷയങ്ങളായിട്ടുണ്ട്. ഓരോ കഥാകാരൻ്റെയും അനുഭവങ്ങളാണ്, ഓർമ്മകളാണ് പിന്നീട് സാഹിത്യങ്ങളായത് എന്നാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് പി ഭാസ്കരൻ. അദ്ദേഹം കവിയാണ്. അതിലുപരി വളരെ വളരെ മനോഹരമായ ശ്രേഷ്ഠമായ സിനിമാ പാട്ടുകൾ മലയാളത്തിന് സംഭാവന ചെയ്ത ഗാനരചയിതാവാണ് അല്ലേ? ഈ ഗാനരചയിതാവ് ആയ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സിനിമാ പാട്ട്. നദി എന്ന സിനിമയിലാണ് ഈ പാട്ടുള്ളത്. പഴയ സിനിമയാണ്, നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവില്ല. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം. അപ്പം നമ്മളോട് പറയണത് അതാ സംഗതി മറന്നോ? ഉപ്പാനോട് നമ്മൾ ഒരു നല്ല മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഉപ്പ അത് കൊണ്ടുവന്നില്ല. എന്നിട്ട് ഉപ്പ നമ്മളോട് പറയണത് അതാണ്ട് മറന്നാളാ അല്ലേ? ഉപ്പാക്ക് പറയാൻ എളുപ്പമാണ്, നമ്മൾ മറക്കുമോ? ഒരിക്കലും പറയാം. നമ്മളത് ആഗ്രഹിച്ച് പോയല്ലേ, എന്ന് കിട്ടും നാളെ കിട്ടും, ഉപ്പ വരുമ്പോൾ കൊണ്ടുവരും. പെട്ടി തുറക്കുമ്പോൾ ആദ്യം എനിക്ക് തരിക ആ ഫോണായിരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പോയി. അതാണ് പറയണത്. മറക്കുവാൻ ആരെങ്കിലും നമ്മോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മറന്നോ എന്ന് പറയാൻ എന്താ എളുപ്പമാണ്. പക്ഷേ മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം. ഈ ഭൂമിയിൽ പിറക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആ ഭൂമിയിൽ മനുഷ്യൻ വന്നു പെടുന്നതിനേക്കാൾ പ്രയാസകരമാണെന്ത്? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തെയൊക്കെ മറക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല തൊട്ടടുത്ത അയൽവാസിയായ ഒരു പൈസയില്ലാത്തൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ബാപ്പ പറയണം അതിനാണ്ട് മറന്നാളാ. അപ്പോൾ ബാപ്പാനോട് നമ്മൾ പറയില്ലേ, ഈ ഭൂമിയിൽ ജനിക്കാതിരിക്കുന്നു അതിലെളുപ്പം. പറയരുതേ, ഇതിലെ ഡയലോഗാണ് കേട്ടോ. ഇനി റസിയ മിസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളി വരരുത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും. മറവിയുടെ മാറിടത്തിൽ മയങ്ങാൻ മറവിയെ ഒരു മനുഷ്യൻ്റെ ഹൃദയമാക്കി അദ്ദേഹം ഉപമിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറവിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ മറക്കണേ മറക്കണേ എന്ന് പറഞ്ഞ് കിടന്നാലും ഓർമ്മകൾ നമ്മളെ വീണ്ടും വീണ്ടും ഓടിയെത്തി ഉണർത്തും. ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തുമെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടി പറയാം. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. 3 പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ഓർമ്മകൾ സാഹിത്യത്തിന് എക്കാലത്തും മുതൽക്കൂട്ടായിട്ടുണ്ട്, വിഷയങ്ങളായിട്ടുണ്ട്. ഇതിൽ പ്രവേശികയായിട്ട് കൊടുത്തിരിക്കുന്നത് പി ഭാസ്കരൻ്റെ നദി എന്ന സിനിമയിലെ മറക്കുവാൻ പറയുവാൻ എന്തെളുപ്പം എന്ന സിനിമാ പാട്ടിലെ 4 വരിയാണ്. അതിൽ കവി പറയുന്നത് മറക്കുവാൻ പറയാൻ ഭയങ്കര എളുപ്പമാണ്, ജനിക്കാതിരിക്കലാണ് അതിലും എളുപ്പം. ഇനി നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും ഓർമ്മകൾ നമ്മെ എപ്പോഴും എന്തു ചെയ്യും? ഉണർത്തിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഒരു ചോദ്യം തന്നിട്ടുണ്ട്, മറക്കരുത് അല്ലേ? അപ്പം മറവിയാണ് നമ്മളെന്ത് സബ്ജക്റ്റ് തന്നെ. അപ്പം മറക്കരുത് എന്താണ് ചോദ്യം? മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അത് മാത്രമല്ല സുഗന്ധമുള്ള ഒറ്റ ജന്മത്തിൽ തന്നെ ഒട്ടേറെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ കഴിയുന്നത് അപൂർവമായ വരമാണ്. അത്തരം ഒരു ജീവിതം സഫലമായി തന്നെ നയിക്കുന്നവരെ നമ്മൾ ബഹുമുഖ പ്രതിഭകൾ എന്ന് വിളിക്കാറുണ്ട്. 4ഉം 6ഉം ചർവണം ചെയ്ത് 46 സൃഷ്ടിക്കുന്ന അവരാണ്, ആ പ്രതിഭകളാണ് കാലത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത്തരത്തിൽ കലാകേരളത്തിന് അഭിമാനത്തോടെ പറയാവുന്ന ഒരു പേരാണ് പി ഭാസ്കരൻ. കവിയായി, ഗാനരചയിതാവായി, ചലച്ചിത്ര സംവിധായകനായി, നിർമ്മാതാവായി, നടനായി ഒക്കെ മലയാളക്കര പി ഭാസ്കരനെ രേഖപ്പെടുത്തുന്നു. 8 ദശാബ്ദത്തിലധികം ഇവിടെ ജീവിച്ച് അദ്ദേഹം താൻ പ്രവർത്തിച്ച പല മേഖലകളിലും അഗ്രഗാമിയായി. 1921 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിലെ പുരാതനമായ പുല്ലാറ്റുപാടത്ത് വീട്ടിൽ നന്ദിയേലത്ത് പത്മനാഭമേനോന്റെ മകനായാണ് പി ഭാസ്കരന്റെ ജന്മം. സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ഔത്സുക്യമുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. അച്ഛനാകട്ടെ സ്വാതന്ത്ര്യസമര പ്രവർത്തകനും തികഞ്ഞ പുരോഗമനവാദിയും. ഈ പശ്ചാത്തലങ്ങളൊക്കെയും പി ഭാസ്കരന്റെ മുൻഗണനകൾ നിർണയിച്ച ഘടകങ്ങളാണ്. ആ പശ്ചാത്തല ഘടകങ്ങൾ അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ തന്നെ കൊണ്ടുചെന്നെത്തിച്ചു.
ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഫലം അറസ്റ്റും ജയിൽവാസവും. അവസാനം അന്ന് വയസ്സ് 18. എല്ലാത്തിലും ഉള്ള അംശങ്ങൾ ഈ സമയത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ആഭിമുഖ്യമുണ്ടാകുന്നത്. അതും കൂടി ചേർന്ന് വയലാർ ഗർജിക്കുന്നു തുടങ്ങിയ വിപ്ലവ കവിതകളുടെ ആവിർഭാവം അങ്ങനെയാണ്. നിൽക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ബന്ധം പിന്നീട് അദ്ദേഹത്തെ ദേശാഭിമാനി വാരികയുടെ പത്രാധിപ സമിതിയിൽ കൊണ്ടുചെന്നെത്തിച്ചു. അതിന്റെ കൂടെ ഞാൻ തുടർന്ന് മദ്രാസിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ജയകേരളം മാസികയുടെ സഹപത്രാധിപരായി. അതും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള പ്രസിദ്ധീകരണം തന്നെയായിരുന്നു. എൻ്റെ ഇങ്ങനെ ജയകേരളവുമായി ബന്ധപ്പെട്ട് മദ്രാസിലെത്തുന്നതോടെയാണ് പി ഭാസ്കരന്റെ ചലച്ചിത്ര ജീവിതവും ആരംഭിക്കുന്നത്. മുൻപ് തന്നെ എഴുതിയിരുന്ന ചില ലളിത ഗാനങ്ങൾ മാറ്റി നിർത്തിയാൽ 1949 റിലീസ് ചെയ്ത അപൂർവ സഹോദരர்கள் എന്ന തമിഴ് ചലച്ചിത്രത്തിനു വേണ്ടിയായിരുന്നു പി ഭാസ്കരൻ ആദ്യമായി ഗാനമെഴുതുന്നത്. ഹിന്ദി സിനിമയുടെയും തമിഴ് ദക്ഷിണേന്ത്യൻ പ്രേക്ഷകരെ ആകമാനം ലക്ഷ്യമിട്ട ആ ചലച്ചിത്രത്തിൽ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലുമുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു മറ്റൊരു സിനിമയ്ക്ക് ഗാനരചന നിർവഹിക്കാൻ. 1954 പുറത്തുവന്ന ചന്ദ്രിക എന്ന ചലച്ചിത്രത്തിലായിരുന്നു ആദ്യമായി പി ഭാസ്കരന്റെ ഒരു പൂർണ്ണ ഗാനം ഉൾപ്പെടുത്തുന്നത്. തുടർന്ന് ചലച്ചിത്ര ലോകവുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു. ആ അടുപ്പം സംവിധാന കലയിൽ പ്രാവീണ്യം നേടുന്നതിന് സഹായിച്ചു. ഈ പ്രാവീണ്യം മുൻനിർത്തിയായിരുന്നു പരീക്കുട്ടി എന്ന നിർമ്മാതാവ് നീലക്കുയിലിന്റെ സംവിധാനത്തിന് രാമു കാര്യാട്ടിനോടൊപ്പം പി ഭാസ്കരനെയും നിയോഗിച്ചത്. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഇരട്ട സംവിധായകർക്ക് കീഴിൽ രാമു കാര്യാട്ടിന്റെയും പി ഭാസ്കരന്റെയും സംയുക്ത സംരംഭമായി നമ്മുടെ മഹത്തായ ഒരു ചലച്ചിത്ര കാവ്യം നീലക്കുയിൽ പിറവിയെടുത്തു. മലയാളത്തിൽ അതുവരെ നിലനിന്നിരുന്ന ചലച്ചിത്ര ഭാവുകത്വത്തെ തന്നെ തിരുത്തിക്കുറിച്ച രചനയായിരുന്നു നീലക്കുയിൽ. പശ്ചാത്തല സൃഷ്ടിയിലും അഭിനയത്തിലും കഥാഗതിയിലുമെല്ലാം അത് പുതുമ നിലനിർത്തിയെന്ന് മാത്രമല്ല, യുക്തിപൂർണമായ ഒരു അവതരണ ശൈലിയും അത് കാഴ്ചവെച്ചു. മിസ് കുമാരിയുടെയും സത്യന്റെയും അഭിനയ ജീവിതത്തിലെ തന്നെ അവിസ്മരണീയ സന്ദർഭമായി അത് മാറി. അതിന്റെ സാമൂഹ്യ മാനവും ചിത്രീകരണത്തിലെ കേരളീയതയും എല്ലാത്തരം നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റിയപ്പോൾ സാധാരണ പ്രേക്ഷകർ ആ ചലച്ചിത്ര കാവ്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. സാന്ദർഭികമായ ആവശ്യം കാരണം അതിലെ പോസ്റ്റ്മാന്റെ വേഷവും പി ഭാസ്കരൻ അഭിനയിച്ചു. അത്യവധാനതയോടെയുള്ള ഈ ചലച്ചിത്ര മികവിന് ദേശീയ അംഗീകാരം തന്നെ ലഭിച്ചു. 1954 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നീലക്കുയിലിനായിരുന്നു. അന്യഭാഷാ ചിത്രങ്ങളുടെ അടിസ്ഥാന സ്വരൂപങ്ങളിൽ നിന്ന് അനുകരണങ്ങൾ പടച്ചുണ്ടാക്കിയിരുന്ന മലയാള സിനിമയുടെ അതുവരെയുള്ള ഘടനാവിശേഷത്തിന്റെ ഒരു പൊളിച്ചെഴുത്തായിരുന്നു നീലക്കുയിൽ. മലയാള തനിമ കൊണ്ട്, കേരളീയത കൊണ്ട് നീലക്കുയിൽ ശ്രദ്ധേയമായി. നീലക്കുയിൽ റിലീസ് ചെയ്ത അതേ വർഷം തന്നെ പി ഭാസ്കരന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകൃതമായി. നീലക്കുയിലിന്റെ വിജയം ഭാസ്കരൻ മാഷിന് പുതിയ അവസരങ്ങളൊരുക്കി. കൂട്ടുസംരംഭം വിട്ട് സ്വതന്ത്രമായ സംവിധാനം എന്ന സ്വപ്നം സഫലമാകാൻ അധികം താമസമുണ്ടായില്ല. 1956 രാരിച്ചൻ എന്ന പൗരൻ നിർമ്മാണം ആരംഭിച്ചു. അതിന്റെ നിർമ്മാതാവ് പരീക്കുട്ടി തന്നെയായിരുന്നു. രചന ഉറൂബ്. അത് പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. തുടർന്ന് പി ഭാസ്കരൻ രംഗത്ത് വരുന്നത് നായരു പിടിച്ച പുലിവാലുമായിട്ടാണ്. ഇതും ഉറൂബിന്റെ രചനയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീളൻ ഹാസ്യ ചലച്ചിത്രമായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ഈ ചലച്ചിത്രം തമിഴിലേക്കും തെലുങ്കിലേക്കും ഡബ് ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെ നിരവധി ചലച്ചിത്രങ്ങൾ. ആദ്യ കിരണങ്ങൾ, ഇരുട്ടിന്റെ ആത്മാവ്, ജഗദ്ഗുരു ആദിശങ്കരൻ, തുറക്കാത്ത വാതിൽ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല തുടങ്ങി 47 സിനിമകൾ സംവിധാനം ചെയ്തു. ഇതിൽ പലതിൻ്റെയും ഗാനരചനയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ഭാഷയിലെ ശ്രദ്ധേയരായ എഴുത്തുകാരുടെ രചനകളെ ആസ്പദമാക്കിയും അവരെക്കൊണ്ട് തിരക്കഥ എഴുതിച്ചും സിനിമ നിർമ്മിക്കാൻ ഭാസ്കരൻ മാഷ് എന്നും ഉത്സുകനായിരുന്നു. ഉറൂബ്, പാറപ്പുറത്ത്, എസ് എൽ പുരം സദാനന്ദൻ, MT തുടങ്ങി ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ ഭാസ്കരൻ മാഷിന്റെ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി.
ഭാഷാപരവും സാഹിത്യപരവുമായ ഒരു മികവ് നിലനിർത്താനും തകരാറില്ലാത്ത ഒരാദിമധ്യാന്ത പൊരുത്തം കാത്തുസൂക്ഷിക്കാനും ഇതുവഴി സാധിച്ചിരുന്നു. അത് ചലച്ചിത്ര മേഖലയിലെ ഒരു നല്ല സമീപനമായിരുന്നു. എന്തുകൊണ്ടോ പിൽക്കാലത്ത് അത്തരം ശ്രമങ്ങൾ താരതമ്യേന കുറഞ്ഞുപോയി. ചലച്ചിത്ര സംവിധാനത്തിന് സമാന്തരമായി തന്നെ അദ്ദേഹം സിനിമാ നിർമ്മാണവും നടത്തിയിരുന്നു. അദ്ദേഹത്തിന് കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന കേരള പിക്ചേഴ്സിന്റെ ബാനറിൽ നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കലാപ്രവർത്തനങ്ങൾക്കുപരി പല ഔദ്യോഗിക പദവികളിലും പ്രവർത്തിച്ച് ഭാസ്കരൻ മാഷ് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. 1957 കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയായും പിന്നീട് അതിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. ദീപിക ആഴ്ച പതിപ്പിന്റെ എഡിറ്ററായും കുറച്ചുകാലം അദ്ദേഹം സേവനം നടത്തി. പിന്നീട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യ ചെയർമാനായതും പി ഭാസ്കരനായിരുന്നു. ഇങ്ങനെ കവിയായും ചലച്ചിത്ര സംവിധായകനായും നിർമ്മാതാവായും ചലച്ചിത്ര നാടക സ്ഥാപനങ്ങളുടെ സാരഥിയായുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും വരും കാലം ഭാസ്കരൻ മാഷെ കാതോർക്കുന്നത് ചലച്ചിത്ര ഗാനരചയിതാവായിട്ടായിരിക്കും. എത്രയെത്ര മധുരഗാനങ്ങൾ, മലയാളത്തിന്റെ നാഡീസ്പന്ദനം അനുഭവപ്പെടുന്ന പദപ്രയോഗങ്ങൾ, അതിന്റെ തനിമ മേളിക്കുന്ന പശ്ചാത്തല ബിംബങ്ങൾ, കായലരികത്ത് വലയെറിഞ്ഞുകൊണ്ട് ആരംഭിച്ച ആ ഗാനധാരയിൽ എന്തെന്ത് രൂപകങ്ങൾ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്ന് കിനാവ് കണ്ട് കിളിവാതിലിൽ മിഴിയും നട്ട് കാത്തിരുന്നവർ, പ്രിയപ്പെട്ട ഒരാൾ ഗാനം കേൾക്കാൻ ചെവിയോർത്തിരിക്കുമ്പോൾ നാണിച്ച് വെളിയിൽ വരാതെ തൊണ്ടയിൽ കുരുങ്ങുന്ന ഗാനസുന്ദരിമാർ, സ്വപ്നം കാണാറുള്ള സ്വർണ്ണമുകിലുകൾ, എന്തെന്ത് ഇമേജുകൾ, തനിമയുള്ള ഇമേജുകൾ. അതൊക്കെയും ഇന്ന് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ പൈതൃക സമ്പത്തുകളാണ്. ആ ഗാനസാഗരത്തിലെ ഒരു വരിയെങ്കിലും മൂളാതിരിക്കാൻ മലയാളിക്ക് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അവർ അറിയാതെ മൂളിപ്പോവും. കർത്താവാരെന്ന് അന്വേഷിക്കാതെ, അർത്ഥചമൽക്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ അത് മൂളിക്കൊണ്ടേയിരിക്കും. അതൊരു എഴുത്തുകാരൻ്റെ വിജയമാണ്. 2007 ഫെബ്രുവരി 25 83 വർഷത്തെ ആ സഫല ജീവിതം അവസാനിക്കുമ്പോൾ വലിയൊരു ഭാഗധേയം അദ്ദേഹത്തിൻ്റെതായി ഇവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയും ജനപ്രിയത്തിന്റെ തീഷ്ണനാളങ്ങളിൽ തട്ടിത്തിളങ്ങുമ്പോൾ സഫലമായിരുന്നു ആ ജീവിതമെന്ന് അർത്ഥശങ്കയില്ലാതെ തന്നെ നമുക്ക് പറയാം. നല്ല മനുഷ്യനാക്കി വളർത്തു, ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. നായരും മാപ്പിളയും പൊലേനും ഒന്നും ആക്കണ്ട. എനിക്ക് അത് മാത്രം മതി, എനിക്കത് മാത്രം മതി. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധമഴിയുന്നു, മുറുകുന്നു ബന്ധം അഴിയുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു.
കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ, കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ. തീരത്തിനറിയില്ല മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു.